നമസ്കാരം. ജൂൺ മാസം 5-ാം തീയതി മുതൽ രൂപം കൊള്ളുന്ന പഞ്ചക യോഗം, അതായത് ചൊവ്വയും ദേവഗുരുവായ വ്യാഴവും തമ്മിലുള്ള 72 ഡിഗ്രി കോണീയ ബന്ധം നിമിത്തം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജൂൺ 5-ാം തീയതി മുതൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. വലിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യജീവിതത്തിൽ തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, ധനവർദ്ധനവ് പ്രതീക്ഷിക്കാം, ബന്ധങ്ങളിലെ അകൽച്ചകൾ മാറുന്നത് പ്രതീക്ഷിക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാഗ്യ സമയം തന്നെ. പല മേഖലകളും ഇവിടെ ഈ ഒരു ഭാഗ്യത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലായി ഭാഗ്യമായി ലഭിക്കാൻ പോകുന്ന ആ രാശിക്കാർ, അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരുടെ കാര്യം തന്നെ ആദ്യം എടുക്കുക. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് ഈ പഞ്ചകയോഗം ഒരു മാനസിക ആശ്വാസകാലമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ജൂൺ 5-ാം തീയതി മുതൽ ഇതുവരെ ഉള്ളിൽ അടക്കി വച്ചിരുന്നതായ പല ടെൻഷനുകളും കുറയുകയും, പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധേനയുള്ള മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതായി വരുന്നുണ്ട്. അതായത് പഴയ വിഷമങ്ങളൊക്കെ പതിയെ മാറാൻ തുടങ്ങും 5-ാം തീയതി മുതൽ. സാമ്പത്തിക രംഗത്തൊക്കെ വലിയൊരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിയുന്നു എന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് സമാധാനം തരുന്നത്. അതേപോലെ തന്നെ ചില ആരോപണങ്ങൾ, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴികേട്ട് നിൽക്കേണ്ടതായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലായാലും കുടുംബത്തിൻ്റെ മുൻപിൽ പോലും ചെയ്യാത്ത കുറ്റത്തിന് പഴി അല്ലെങ്കിൽ കുറ്റക്കാരനായി നിന്നിരുന്ന അവസ്ഥയൊക്കെ അനുഭവിച്ചവർക്ക് സ്വയമേവ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അത് തെളിയുന്ന ദൈവം തന്നെ നേരിട്ട് വന്ന് ചില കാര്യങ്ങൾ കാട്ടുമല്ലോ, ചില മായാജാലങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരു സമയമാണ് വരുന്നത്. സുഹൃത്തുക്കളിൽ നിന്നും അതേപോലെ ബന്ധുക്കളിൽ നിന്നും സപ്പോർട്ടൊക്കെ ലഭിക്കുന്ന സമയമാണ്. മുൻപുള്ള സമയങ്ങളിൽ നിങ്ങളെ വില കുറച്ച് കണ്ട ആളുകൾ പോലും ഇനി നിങ്ങളുടെ വാല്യൂ ജീവിതത്തിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പോകുന്ന സമയമാണ്. അതേപോലെ തന്നെ സംസാര ചാതുര്യം കൂടും. അത് കമ്മ്യൂണിക്കേഷൻ ലെവലൊക്കെ വർദ്ധിക്കാനും സംസാരിച്ച് ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാനൊക്കെയുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ ദൂരെ യാത്രകളൊക്കെ ചെയ്യാൻ ഭാഗ്യമുണ്ടാകുന്നതാണ്. അപ്പോൾ വിദേശ ഭാഗ്യമുണ്ടാകും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങാനും അല്ലെങ്കിൽ പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള ചാൻസും 2-ാം തീയതി ജൂൺ 5-ാം തീയതി മുതൽ കൂടുതലായി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി ആരോഗ്യപരമായിട്ട് നോക്കുമ്പോഴും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദങ്ങൾ നിമിത്തമുള്ള ഉറക്കക്കുറവൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മോചനവും നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിലാണ്. ചിങ്ങം രാശിക്കാർക്കും ഈ പഞ്ചകയോഗം വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് പ്രദാനം ചെയ്യാനായി പോകുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിൽ വില വർദ്ധിക്കുന്ന ഒരു സമയം, ഒന്നുമില്ലാതിരുന്ന, ചിലപ്പോൾ ജോലി ഇല്ലാതിരുന്നപ്പോൾ തന്നെ കുടുംബത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഇരുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസകാലമാണ്. അതായത് ജോലിയും നിങ്ങളുടെ നില, നിങ്ങളുടെ ആ ഒരു ലെവല് ഒന്ന് വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. 10 പേരും കണ്ടാൽ മതിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാനായിട്ടൊക്കെ സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഒരുപാട് വന്നു ചേരുന്ന, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് 5-ാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത്. ധനകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധ എന്ന് പറയുന്നത് അധിക ചിലവുകൾ വന്ന് വീണ്ടും കടക്കെണിയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് കൊടുക്കേണ്ടത്. തീരുമാനങ്ങളൊക്കെ ശരിയാണെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ സംസാര ശൈലി കൊണ്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ വിദേശ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ വിദേശ ധന സമ്പാദനത്തിനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വീണ്ടും അത് പ്രണയബന്ധം ശക്തമാകാനും അത് വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു ഭാഗ്യവും ഈ സമയം ഉണ്ടാകുന്നുണ്ട്. വീട്ടിൽ സന്തോഷ വാർത്താശ്രവണം, അതേപോലെ കുടുംബത്തോടൊപ്പം സന്തോഷമായ യാത്രകളൊക്കെ, അതേപോലെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനും, കുടുംബത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് തിരിച്ചെത്താനൊക്കെയുള്ള ഭാഗ്യവും യോഗവുമൊക്കെ ഈ ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം വന്നു ചേരുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പഞ്ചകയോഗം നിങ്ങൾക്കും ഡയറക്റ്റായിട്ട് വലിയൊരു മാറ്റത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ
ഈ ഇടക്കാലമായി ആകെ പരാജയത്തിലാണ് നിങ്ങൾ കഴിയുന്നത്. ആ പരാജയത്തിൽ നിന്ന് വലിയൊരു ഉയർച്ച, വലിയ അവസരങ്ങളുടെ ഒരു മികവിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ജോലിസ്ഥലത്ത് ഒന്നുമല്ലാതിരുന്നൊരവസ്ഥ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അതായത് ആരും അങ്ങോട്ട് മാനിക്കുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, വർക്ക് ലോഡ്, ചെയ്യുന്നതെല്ലാം തെറ്റായി പോകുന്നു. എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണ്, അതിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതായ അവസ്ഥ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്ന സമയമാണ്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന, വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതായ ഒരു സമയമാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ബന്ധങ്ങളിൽ അകൽച്ച എന്തെങ്കിലും, അത് പ്രണയബന്ധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും ബന്ധങ്ങളിലെ അകൽച്ചയൊക്കെ കുറയുവാനുള്ളൊരു ഭാഗ്യവും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ അല്ലെങ്കിൽ അവഗണന പാടില്ല. ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് യാത്രാ സമയങ്ങളിലാണെങ്കിൽ ചില ആളുകളുണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല, മരുന്നുകളൊന്നും കൃത്യമായി കഴിക്കാറില്ല. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും ഈ പഞ്ചകയോഗം പുതിയൊരു തുടക്ക സമയമാണ്. അതായത് ഇവിടെ ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ ഒരു തുടക്കത്തിൻ്റെ സമയമാണ്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ചില സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നേട്ടമൊക്കെ വന്നു ചേരും. വീട്ടിൽ പൊതുവെ സമാധാനം, ശാന്തത ഒക്കെ നിറയുന്ന സമയമാണ്. അതേപോലെ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. പ്രായം കഴിഞ്ഞെങ്കിലും പഠിക്കണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നതാണ്. ചിലപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ ചില കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ്. അതേപോലെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, അത് ലാഭകരമായതല്ല. നമ്മൾ പറയാറുണ്ട് ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്തതാണ്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോലും അത് വിജയത്തിലെത്തി എന്ന് പറയാറില്ലേ. അതേപോലെ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനും അത് വിജയത്തിലെത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. അതേപോലെ നിങ്ങൾ ചില കഴിവുകളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടാകും. നിങ്ങളത് പുറത്ത് എടുക്കാനോ ചിലപ്പോൾ പുറത്തെടുത്താലും അത് അംഗീകാരം ലഭിക്കില്ല എന്ന ഭയത്താൽ ആ കഴിവുകളൊന്നും പുറത്തെടുക്കാതിരിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഹിഡൻ ടാലൻ്റൊക്കെ പുറത്തെടുക്കാൻ കഴിയുന്നതായ ഒരു സമയവും അവസരങ്ങളൊക്കെയാണ്. ചില ബന്ധങ്ങളൊക്കെ വരികയും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ പഴയ ആളുകളെയൊക്കെ കാണാനും നിങ്ങളുടെ കഴിവുകളൊക്കെ അവരാൽ പുറത്തെടുക്കുന്ന ചില സമയങ്ങൾ, അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന കാര്യമാണ്. അതേപോലെ വിവാഹ കാര്യങ്ങളിലും നല്ല അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുകയും സാമ്പത്തികമായ ഒരു വലിയ മാറ്റം തന്നെ നിങ്ങൾക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യങ്ങളിൽ തന്നെയാണ്. ആരോഗ്യകാര്യങ്ങൾ ഒരു കണക്കിനും അവഗണനയൊന്നുമില്ലാതെ കൃത്യഭക്ഷണം, മരുന്ന് ഒക്കെ കഴിച്ച് മുന്നോട്ട് പോകാനായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പഞ്ചകയോഗം എല്ലാ ആളുകൾക്കും ഒരേപോലെ തന്നെ ഫലം നൽകണമെന്നില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും ജാതകസ്ഥിതിയും ദശാകാലവും അനുസരിച്ചാണ് യഥാർത്ഥ ഫലവും മാറുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 4 രാശിക്കാർക്ക് അപ്പോൾ ജൂൺ 5 ശേഷം ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്നതായ ആ ഒരു വലിയ മാറ്റം തന്നെ വരാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് മനസ്സിലാക്കുക. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.